സജീവ സാന്നിധ്യമായിരുന്ന ഒരാളെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയാണ് ഒരുമിച്ച് വന്നിട്ടുള്ളത്. കേരളത്തിൽ CPM-ൽ കഴിഞ്ഞ 9 വർഷമായിട്ടുള്ള ഭരണം, ആ ഭരണം എങ്ങനെ യുവാക്കളെ മുഴുവൻ CPM-ൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഇന്നത്തെ പാർട്ടിയിലേക്ക് പുതുതായിട്ട് പ്രവേശിക്കുന്ന ഈ ചടങ്ങിലൂടെ വ്യക്തമാകുന്നത്. 9 വർഷക്കാലം കൊണ്ട് കേരളത്തിന്റെ വികസനത്തെ മുരടിപ്പിച്ച, കേരളത്തിന്റെ ഭാവി പ്രതീക്ഷകൾ ഇല്ലാതാക്കുന്ന ഒരു സർക്കാരിനും പാർട്ടിക്കും എതിരായിട്ടുള്ള ആ പാർട്ടിയോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ശ്രീ ഗോകുൽ ഗോപിനാഥ് SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. 21-22 വർഷത്തിൽ, 21 മുതൽ 23 വരെ ഉള്ള വർഷത്തിൽ SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അതേ കാലയളവിൽ SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ തൃശൂർ, ആലപ്പുഴ ജില്ലകളുടെ ചുമതല വഹിച്ചിരുന്ന ആളാണ്. മാത്രമല്ല, അദ്ദേഹം 10ാമത്തെ വയസ്സ് തൊട്ട് ബാലസംഘത്തിന്റെ വില്ലേജ് സെക്രട്ടറിയായി പ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെ കാലം CPM-ന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ മുഖമായി, സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ച ഒരാൾ, കേരള സർവകലാശാലയിലെ സെനറ്റ് സിൻഡിക്കേറ്റ് അംഗമായിരുന്ന ഒരാൾ, നിലവിൽ കൊടപ്പനക്കുന്ന് ലോക്കൽ കമ്മിറ്റി അംഗവും മണ്ണടി ബ്രാഞ്ച് സെക്രട്ടറിയുമായിട്ടുള്ള ഒരാൾ. അതോടൊപ്പം തിരുവനന്തപുരത്തെ വിദ്യാർത്ഥി യുവജന പ്രവർത്തനങ്ങൾ CPM-ന് വേണ്ടി ഏകോപിപ്പിച്ചിരുന്ന, പ്രത്യേകിച്ച് 2016-ൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഇപ്പോഴത്തെ സർക്കാർ തെരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിലെ വാർ റൂമിന്റെ ചുമതലയടക്കം നോക്കിയിരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. ശ്രീ ഗോകുലിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ എന്റെ ചുമതല. ബഹുമാനനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിന് പാർട്ടിയിൽ ഔപചാരികമായിട്ടുള്ള അംഗത്വം നൽകി സ്വീകരിക്കും.